ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സമൂസ, കട്ട്ലറ്റ്, കോഴിയട, ചിക്കൻ റോൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്നാക്സ് ഐറ്റംസിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിക്കഴിഞ്ഞേരതാ നമുക്ക് എത്രത്തോളം മസാല ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള ഉള്ളി എടുക്കാം കേട്ടോ. ഉള്ളി ഇതാ ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേഗം വാടി വരാൻ വേണ്ടിയിട്ട് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ് ഞാൻ വീട്ടിലുണ്ടായിട്ടുള്ള മല്ലിച്ചപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള മല്ലി, ഇത് നല്ല രസമാട്ടോ, നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു മല്ലിയിലക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പം 500 ഗ്രാമിന് 70 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലായിടത്തും ആവാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഐറ്റംസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മസാല ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഏത് സ്നാക്സ് ഐറ്റംസ് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണിത്. അങ്ങനെ മസാലപ്പൊടികളൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. അതുപോലെ കഷ്ണമീനില്ലേ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. കഷ്ണമീനൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമുക്കിഷ്ടമുള്ള ബീഫാണെങ്കിൽ ബീഫ്, അല്ലെങ്കിൽ ചിക്കന്, അല്ലെങ്കിൽ ഫിഷ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. നിങ്ങൾ ഇതുപോലൊന്ന് മസാല തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഏത് സ്നാക്സിന് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. കട്ട്ലറ്റൊക്കെ ആണെങ്കിൽ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല ബോൾസൊക്കെ ആക്കിയിട്ട് നമുക്കിത് കട്ട്ലറ്റാക്കിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ഞാനിതാ ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം മസാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 2 ദിവസത്തേക്കുള്ള സ്നാക്സ് ഈ ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ മസാല ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.